നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. പാർക്കിൻസോണിസം എന്ന് പറയുന്ന വിറയൽ രോഗത്തെക്കുറിച്ച് നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. കൈകൾക്ക് വിറയൽ വരും, കാലിന് വിറയൽ വരും, നടക്കാൻ ബുദ്ധിമുട്ട് വരും, പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ വരും, നമ്മുടെ ചലനങ്ങൾക്കൊക്കെ ഒരു മന്ദഗതി വരികയും ചെയ്യും. സമീപകാലത്ത് പാർക്കിൻസോണിസവുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ തന്നെ ഒറീസയിൽ നിന്ന് വന്ന ഒരു പഠനമാണ്. ഈ പാർക്കിൻസോണിസത്തിൻ്റെ കുടുംബചരിത്രമുള്ള ആളുകൾ ചില പ്രധാന ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പഠനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ പാർക്കിൻസോണിസത്തിൻ്റെ വിറയലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് 10 മുതൽ 15 വർഷം മുൻപ് തന്നെ ചില ലക്ഷണങ്ങൾ അത്തരക്കാരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാത്ത പക്ഷം അത് പാർക്കിൻസോണിസത്തിലേക്ക് പരിണമിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരക്കാരിൽ കാണുന്ന സംഗതികൾ ഒരു 98% ആളുകളിൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 95% ആളുകളിൽ അമിത ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. 80% പേരിൽ ഉറക്കക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 85% ഇത്തരം വ്യക്തികൾക്ക് ഗന്ധം നഷ്ടപ്പെടുക, മണം നഷ്ടപ്പെടുന്നൊരു സാധ്യത വരുന്നു. 78% വ്യക്തികൾക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഈ ലക്ഷണങ്ങൾ കാണും. അപ്പോൾ പാർക്കിൻസോണിസത്തിൻ്റെ കുടുംബചരിത്രം ഉള്ള ആളുകൾ ഇത്രയും ലക്ഷണങ്ങൾ വരികയാണ്, അത് കുറച്ച് നാളായിട്ട് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടണം എന്നാണ് ഈ പഠനം പറയുന്നത്. എങ്ങനെയാണ് ഇത്തരം ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ വിഷാദരോഗം ഉള്ള ഒരു വ്യക്തിക്ക് 9 ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഒക്കെ വേഗത കുറയുന്നു, നിരാശയും പ്രതീക്ഷയില്ലായ്മയും വരുന്നു, ആത്മഹത്യാ പ്രവണത. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും ഒരു 2 ആഴ്ച നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമാണെന്നർത്ഥം. അമിത ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും നെഞ്ചിടിപ്പ് കൂടുന്നു, ശരീരം വിയർക്കുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, വയറ്റിലൊരു കത്തൽ വരുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു. ഇത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അതൊരു ഉത്കണ്ഠാരോഗ ലക്ഷണമാണ്. പലപ്പോഴും ഉറക്കക്കുറവ്, നമ്മൾ കിടന്നാൽ ഉടനെ ഉറങ്ങും, പക്ഷേ സാധാരണ ഉണരുന്നതിനേക്കാൾ 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു, പിന്നെ ഉറക്കം പൂർത്തിയാക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരുന്നു. ഇതേപോലെ തന്നെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് മലവിസർജനം സംഭവിക്കുന്നതെങ്കിൽ അതും പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ എടുക്കണം. പലപ്പോഴും ഈ മണം നഷ്ടപ്പെടുന്നത്, രുചി നഷ്ടപ്പെടുന്നതൊക്കെ കോവിഡിൻ്റെ സമയത്ത് വലിയ ചർച്ചാ വിഷയമായൊരു ലക്ഷണമാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾക്ക് ജീർണത വരുമ്പോഴും ഈ മണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാം. പാർക്കിൻസോണിസം പോലെയുള്ള രോഗാവസ്ഥകൾക്ക് വളരെ നേരത്തെ ഇത്തരം ലക്ഷണങ്ങൾ വരാം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പാർക്കിൻസോണിസം വരുന്നതിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ കൈയക്ഷരം ചെറുതാകുന്ന ഒരു പ്രതിഭാസവും കാണാറുണ്ട്. മൈക്രോഗ്രാഫിയ എന്ന് പറയും. അതുകൊണ്ട് തന്നെ പാർക്കിൻസോണിസത്തിൻ്റെ കുടുംബചരിത്രമുണ്ട് എങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ സ്വന്തം പേരൊക്കെ ഇടയ്ക്കൊന്ന് എഴുതി നോക്കുക. എഴുതുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ വലിയ അത്യാവശ്യമൊന്നുമില്ല, കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്തും സന്ദേശങ്ങൾ അയച്ചുമൊക്കെയാണ് ആശയവിനിമയം നടത്തുന്നത്. എങ്കിലും ഈ കയ്യക്ഷരം ഒന്ന് ചെറുതാകുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം വളരെ ചെറിയ തോതിലുള്ള വിറയലായിരിക്കും ഈ പാർക്കിൻസോണിസത്തിന് ആദ്യം വരുന്നത്. ആ വിറയൽ വരുമ്പോൾ നമുക്ക് പ്രകടമായിട്ട് കയ്യിലൊന്നും വിറയൽ കാണണമെന്നില്ല, പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആ വിറയൽ കാരണം കയ്യക്ഷരം വികൃതമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്ന ഒരു വ്യക്തിക്ക് ആ കയ്യക്ഷരം വികൃതമാകാതിരിക്കാൻ വേണ്ടി ചെറിയ അക്ഷരത്തിൽ എഴുതും. ചെറിയ അക്ഷരത്തിൽ എഴുതുമ്പോൾ അഥവാ ചെറിയ വിറയലൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അക്ഷരം മോശമാകാൻ ഇടയാകില്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന കയ്യക്ഷരം ചെറുതായി പോകുന്ന മൈക്രോഗ്രാഫിയ എന്നൊരു ലക്ഷണം കാണുന്നുവെങ്കിൽ അതും ഒരു പക്ഷേ പാർക്കിൻസോണിസത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഒരു പ്രാഥമിക സൂചനയാകാം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായ ചികിത്സ തേടിക്കഴിഞ്ഞാൽ ഈ പാർക്കിൻസോണിസം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് നമുക്ക് തടയാൻ പറ്റും. പാർക്കിൻസോണിസം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ നൈഗ്രോസ്ട്രയേറ്റ് ട്രാക്റ്റ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. ആ മേഖലയിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ പാർക്കിൻസോണിസം പ്രകടമായി വരുമ്പോൾ, അതായത് വിറയലും പേശികൾക്ക് ബലം പിടുത്തവും ഒക്കെ വളരെ പ്രകടമായി വരുമ്പോഴേക്കും ഈ തലച്ചോറിലുള്ള ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന നാഡികൾ ഒട്ടേറെ വലിയ അളവിൽ തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും. പിന്നീട് മരുന്നുകൾ വഴി അത് വഷളാകാതെ തടുത്തു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ
പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാരംഭ ലക്ഷണങ്ങൾ അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക വഴി പാർക്കിൻസോണിസം തുടങ്ങുന്നത് നമുക്ക് പരമാവധി താമസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.